ഹലോ ഗൈസ്, നമ്മൾ മക്കയിലേക്കും മദീനയിലേക്കും പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മക്ക മദീന എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഉഹദ്, ഒരു ഭാഗത്ത് സിർ, ഒരു ഭാഗത്ത് ഈർ, ഒരു ഭാഗത്ത് ഹെറ, ഒരു ഭാഗത്ത് ഈന്തപ്പനത്തോട്ടം ഒക്കെ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് മദീന എന്നാണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മസ്ജിദുൽ ഖുബ എന്ന് പറയുന്ന ഒരു മസ്ജിദാണ്. ഇവിടെ നമ്മൾ ഒരു വക്ത് നിസ്കരിച്ചാൽ നമുക്ക് ഉംറയുടെ പ്രതിഫലമാണെന്നാണ്. ഞാൻ അവിടെ നിസ്കരിച്ചു, പിന്നെ ഞാൻ ഒരു ഉംറ ചെയ്തു കേട്ടോ. പിന്നെ കുറേ മലകളും കുന്നുകളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. പർവ്വതങ്ങളും മരുഭൂമികളൊക്കെയാണ് കാര്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. കുറേ നേരം മരുഭൂമികൾ തന്നെയായിരുന്നു. പിന്നെ ഇതൊക്കെ മരുഭൂമിയിലോട്ടാണ് സഞ്ചരിക്കുന്നത് കേട്ടോ. കുറേ മണിക്കൂറുകളാണ്. നമ്മൾ രാവിലെ പുറപ്പെട്ട് വൈകുന്നേരമൊക്കെയാണ് അവിടെ എത്തുന്നത്. ഇതാണ് ജബലുൽ ഈർ എന്ന് പറയുന്നത്. ഇവിടെ ഇത് പറയുന്നത് ഒരു മദീനയുടെ ഒരു കാവൽക്കാരനാണ് ഈ ഒരു പർവ്വതം. അപ്പുറത്ത് ഉള്ളത് ഉഹദ് മലയാണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഉഹദ് മല പറഞ്ഞിട്ടൊരു മലയുണ്ട്, അതും നമ്മളുടെ മദീനയുടെ ഒരു കാവൽക്കാരനാണ്. ഉഹദ് യുദ്ധം എന്നൊക്കെ കേട്ട് കാണും അല്ലേ. അപ്പം ഇനി ഈ ഉഹദ് മല എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മലയാണ്. അതുപോലെ അത് സ്വർഗത്തിലുണ്ടാവും. ഇത് നമ്മൾ മസ്ജിദ് നബവിയിലെത്തി. പിന്നെ നമ്മൾ മദീനയിൽ 2 ദിവസം സ്റ്റേ ചെയ്തു കേട്ടോ. ഇത് അവിടുത്തെ മേലെയുള്ള ഷട്ടർ ഇങ്ങനെ ഓപ്പൺ ആവുന്ന ഒരു സീനാണ്. പിന്നെ നമ്മൾ മദീനയിൽ പള്ളിയുടെ അകത്ത് പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അകത്തോട്ട് പ്രാവുകളൊക്കെ കയറും. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചാലൊക്കെ കയറുന്നതാണ്. പക്ഷെ പുറത്തോട്ട് പോകാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ നമ്മൾ മദീനയിൽ നിന്ന് പോയി. അങ്ങനെ നമ്മൾ മക്കയിലോട്ടാണ് പോകുന്നത്. മക്കയിലോട്ട് ഹറമിൻ്റെ പുറത്ത് എത്തിയിട്ടില്ല. പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് നമ്മൾ ആ ഉഹദ് മല ഇതന്നെയാണ്. അത് ഉഹദ് മല നേരിട്ട് കാണാൻ പറ്റിയിട്ടോ. അത് ഏകദേശം നീളം എന്ന് പറയുന്നത് 8 കിലോമീറ്റർ നീളത്തിലാണ് അതുള്ളത് കേട്ടോ. പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു മല തന്നെയാണ്, പർവ്വതമാണ്. പക്ഷെ ഇതിൻ്റെ പേര് ഓർമ്മയില്ല. ഇതിൻ്റെ ചുറ്റും കുറേ പർവ്വതങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നശിച്ചു പോയതാണ്. പിന്നെ ഇതാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കോട്ട. ഇത് അദ്ദേഹം മുത്തഅല്ലിമീങ്ങൾക്ക് ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചൊരു കോട്ടയാണ്. വലിയ കോട്ടയായിരുന്നു കേട്ടോ. അതിൻ്റെ ചുറ്റും ഇപ്പോൾ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ എന്തോ മാറ്റാണ്. പിന്നെ ഇതൊരു ഈന്തപ്പനത്തോട്ടമാണ്. ഈ തോട്ടം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നട്ട തോട്ടമാണ്. ഏകദേശം 300ഓളം ഈന്തപ്പനകളുണ്ട് ഇതിൽ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സ്വഹാബിയുടെ കിണറാണ്. ഇനി നമ്മൾ കാണുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് ഇവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ കൂടാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കിണറും കൂടി കാണാം. അതിന് ബിർ ഉസ്മാനി എന്നാണ് പറയുന്നത്. ഇതാ ഈ കിണറാണ്. അതിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട മോതിരം പോയിട്ടുണ്ട് കേട്ടോ, വീണു പോയിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കിണറാണത്, ബിർ ഉസ്മാനി ആ കിണർ. പിന്നെ നമ്മൾ ആ കിണർ അവിടെ ഇതുപോലെ എന്തോ ടൂറിസം ചെയ്യാണ്. പിന്നെ നമ്മൾ ഹറമിൻ്റെ പുറത്ത് ഉള്ളൊരു കാഴ്ചയാണ് ഇത്. ഹറമിൻ്റെ പുറത്തൊക്കെ പോയി ഇവിടെ ഈ പുറത്തുള്ള ഏരിയയാണ് ഹില്ല് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവിടുത്തെ കുറേ കാഴ്ചകളാണ്. കുറേ നേരം കണ്ടു ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ. ഇതുപോലെ നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ അവിടെ നിന്ന് പോന്നപ്പം നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചെറുതായിട്ട് ഇരുട്ട് മൂടി കിടക്കായിരുന്നു. ഇതാണ് ഖുർആൻ ഫാക്ടറി. ഇവിടെ നമ്മൾ പോയി നമുക്ക് അവിടുന്ന് ഒരു ഖുർആനും സമ്മാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ ഖുർആൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ചെറിയ ഖുർആനും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് വലിയ ഖുർആനാണത്. പിന്നെ കുറേ ഇങ്ങനത്തെ ഖുർആനുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഈ ഗ്ലാസിൻ്റെ അകത്ത് കേട്ടോ. പിന്നെ ഖുർആൻ നിർമ്മിച്ച രൂപവും അവിടെ അപ്പുറത്ത് നമുക്ക് കാണിച്ചു തരും. കുറേ ഇതുപോലെ ഖുർആനുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഖുർആന് എഴുതിയ ഖുർആനിൻ്റെ കലമുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തതൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഖുർആനുകളും പലതരം ഖുർആനുകളുണ്ടായിരുന്നു. പല ഭാഷകളും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ട്രാൻസ്ലേഷന്. നെക്സ്റ്റ് നമുക്ക് കാണുന്നതാണ് ഞാൻ പറഞ്ഞ കലമ് കേട്ടോ. അതിൻ്റെ കലമുകൾ അതവിടെ കാണാം. ഇതാ ഖുർആൻ യൂസ് ചെയ്ത കലമുകളാണ്. താഴെ കാണുന്നത് അതിൻ്റെ ടാപ്പുകളാണ്.
ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൈൻഡിനുള്ള ഖുർആനാണിത്. അതിൻ്റെ ചട്ടയാണ്, പുറം ചട്ടയാണത്. അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയായിരിക്കും കേട്ടോ. അതുപോലെ ഡോട്ട്സ് ആയിട്ട് വൈറ്റ് ഡോട്ട്സ്. പിന്നെ നമ്മൾ ഇനി കാണുന്നത് അവരുടെ സർട്ടിഫിക്കറ്റ്സും ഖുർആനുകളും സർട്ടിഫിക്കറ്റ്സും ഒക്കെ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് 5 ദിവസത്തെ ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത്. പിന്നെ നമുക്കിതാ ഖുർആന് തയ്യാറാക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാണുന്നത് പേജുകളാണ്. നെക്സ്റ്റ് നമുക്ക് അപ്പുറത്ത് കാണുന്നത് അതിൻ്റെ ചട്ടകളാണ്. അങ്ങനെ നമുക്ക് അവിടുന്ന് ഖുർആൻ സമ്മാനിച്ച് നമ്മൾ അവിടുന്ന് പോയി. ഇതാണ് മസ്ജിദുൽ സൽമാനുൽ ഫാരിസി എന്ന് പറയുന്ന ഒരു മസ്ജിദ്. ഈ മലയുടെ താഴെ കാണാം. ഇവിടെ 7 മസ്ജിദുകൾ ഒരുമിച്ച് വന്നിട്ടുണ്ട് എന്നാണ്. പിന്നെ അതുപോലെ അബ്ദുൽ മുത്തലിബിൻ്റെ ഒരു മസ്ജിദൊക്കെ കാണാം അവിടെ. അത് ഇതിൽ കാണിക്കുന്നില്ല. ഒരു ചെറിയ മസ്ജിദ്, അന്നത്തെ കാലത്തെ ഒരു മസ്ജിദ്. ഇതാണ് ഷുഹദാക്കളെ മക്ബറയാണ് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ അവിടുന്ന് പോയി. പിന്നെ അവിടുത്തെ കുറേ കാഴ്ചകളും ഉണ്ടായിരുന്നു ഇതുപോലെ കാണാനായിട്ട്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് ബദറിലേക്ക് അന്നത്തെ പണ്ടുള്ള ആളുകൾ നിർമ്മിച്ച, നബി സല്ലല്ലാഹു തങ്ങളും കുറേ ആളുകളും കൂടി നിർമ്മിച്ച ഒരു വാഹനമാണ്. അന്നത്തെ കാലത്തുള്ളൊരു വാഹനമാണ് കേട്ടോ. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണ് അത് നമുക്ക് കാണാം. അതിൻ്റെ എൻജിനൊക്കെ ഉണ്ട്. ഇതാണ് വാഹനം എന്ന് പറയുന്നത്. അപ്പുറത്ത് അതിൻ്റെ എൻജിൻ. നല്ലൊരു വാഹനമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ വാഹനം. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അന്നത്തെ ഒരാളുകളുടെ കഴിവാണല്ലോ അത്. പണ്ടുള്ളവർ നിർമ്മിച്ചതാണ്. അതും കണ്ടു കഴിഞ്ഞ് നമ്മളിതാ പിന്നെ കാണിക്കുന്നത് തുർക്കീസിൻ്റെ ഒരു കഴിവാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണിക്കുന്നത് ഇനി തുർക്കീസിൻ്റെ ഒരു മസ്ജിദാണ്. അതിൻ്റെ നമ്മളെ ഈ ഒരു ട്രെയിനിൻ്റെ സ്റ്റേഷനും ഇവിടെ അടുത്തുണ്ട് കേട്ടോ. ഇതാണ് തുർക്കീസിൻ്റെ മസ്ജിദ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാണ് ബിർ വർസിൽ. ഇതിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിച്ചു ഈ ബിറിൽ നിന്ന്. അപ്പോൾ സ്വഹാബത്തിനോട് വസിയത്ത് ചെയ്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യിത്ത് ഇതിൽ നിന്ന് കുളിപ്പിക്കണമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യിത്ത് ഇതിൽ നിന്നാണ് കുളിപ്പിച്ചത് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളവിടെ ഇറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പുറത്ത് മദ്രസയാണ്, അവിടെ കുട്ടികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും കുറേ പോയി. ഇതാണ് സൗർ ഗുഹ. പിന്നെ ഇതാണ് മുസ്ദലിഫ എന്ന് കേട്ട് കാണും അല്ലേ. അവിടുത്തെ കുറേ കാഴ്ചകളാണ് ഇത്. അവിടെ ഇങ്ങനെ ടെൻറ്റുകളാണ്. അവിടെ കുറേ ടെൻറ്റുകളുണ്ട് കേട്ടോ. അത് മുസ്ദലിഫയിൽ ഒരു രാത്രി താമസിക്കൽ ഹജ്ജിൻ്റെ ഒരു സുന്നത്തോ എന്തോ ആണ് അല്ലേ. അപ്പം അത് കാണാൻ പോയതായിരുന്നു. നമ്മൾ അറഫയിലും പോയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര വെയിലായിരുന്നു. നടന്ന് പോവായിരുന്നു കേട്ടോ അങ്ങോട്ട് കാണാൻ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് എന്തായാലും മുസ്ദലിഫ. പിന്നെ ജംറകളൊക്കെ കണ്ടിരുന്നു. പക്ഷേ അതും അവിടേക്കൊന്നും വീഡിയോ കിട്ടിയില്ല കേട്ടോ. പിന്നെ കുറേ ടെൻറ്റുകൾ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഈ അറഫ മുസ്ദലിഫയൊക്കെ അണിഞ്ഞൊരുങ്ങാണ്. അപ്പം എന്തായാലും അവിടെ എത്തിട്ടോ. ബായ്.